നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് കോട്ടയം പാലായിലുള്ള കയ്യാലയ്ക്കകം കുടുംബത്തിലാണ്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിനും കേരളത്തിലെ ബാങ്കിംഗ് രംഗത്തും ഒരുപാട് നിർണായക സംഭാവനകൾ നൽകിയ ഒരു കുടുംബമാണ് പാലായിലെ ഈ കയ്യാലയ്ക്കകം കുടുംബം. ഇവരുടെ സംഭാവനകൾ പൊതുഗതാഗത രംഗത്തും ബാങ്കിംഗ് രംഗത്തും ഈ കുടുംബത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. നമ്മുടെ കൂടെയുള്ളത് ഈ കുടുംബത്തിലെ അംഗമായ ശ്രീ ജേക്കബ് സേവിയർ കയ്യാലയ്ക്കകമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം അങ്കിൾ. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം അപ്പം അന്ന് നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഐക്യകേരളപ്പിറവിക്കും മുമ്പ്. അപ്പം അന്ന് നമ്മുടെ ഈ കുടുംബം ഒരു ബസ് സർവീസ് തുടങ്ങിയതായിട്ട് കേൾക്കുന്നുണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കഥയൊന്ന് പറയുമോ? അതായത് കാരണവന്മാർ ഉള്ള കാലം, അതായത് വല്യപ്പൻ ഉള്ള കാലം തൊട്ട് ഞങ്ങൾ ഈ ബിസിനസ് ആണ് മെയിനായിട്ട്. മലഞ്ചരക്ക് വ്യാപാരമുണ്ട്. അതിൽ വല്യപ്പന് 2 ബ്രദേഴ്സാണ്. അതിൽ ഒരു ബ്രദറിൻ്റെ മോനാണ് ഈ ജോസഫ് അഗസ്തി കയ്യാലയ്ക്ക്. പുള്ളി ഭയങ്കര എൻ്റർപ്രണറാണ്. അപ്പം അന്ന് അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായം. അപ്പം അപ്പൻ്റെ ബ്രദേഴ്സ് അവർ 7 പേരാണ്. അവരൊക്കെ 12ഉം 13ഉം താഴോട്ട് എളുപ്പം. അപ്പോൾ വല്യപ്പൻ ഇദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത് ഈ ബിസിനസ് നോക്കി നടത്താനും. അപ്പോൾ ആദ്യമേ നമുക്ക് വള്ളക്കടവ്, ട്രിവാൻഡ്രം അടുത്ത് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു ജൗളി വ്യാപാരം എന്നാണ് പറയുന്നത്. മുഴുവൻ സിൽക്ക് തുണികളാണ്. അത് മധുരയിൽ പോയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഒരു പക്ഷേ അങ്ങനെ ഒരു ട്രിപ്പിലായിരിക്കാം അദ്ദേഹം ഈ ബസ്സിൻ്റെ വിവരങ്ങൾ അറിയുകയും അതിനോടൊരു ആഗ്രഹം വരികയും എന്നാൽ അത് ഇവിടെ കൊണ്ടുവരണം കേരളത്തിലെ ആദ്യത്തേതായിട്ട് എന്നാണ് പുള്ളി തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്നു. വല്യപ്പന എല്ലാത്തിനും ഫിനാൻസ് ചെയ്യുന്നത്. വല്യപ്പൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അറിയാം അന്നൊരു 1000 പവൻ അന്ന് ഈ പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഈ 8 ഗ്രാം അല്ല, 1000 പവന് അന്ന് 10,000 ഏക്കർ 3000 ഏക്കറെങ്കിലും മലബാർ മേഖലകളിൽ 1000 കൂട്ടിക്കും കിട്ടും. അത് കൂടുതൽ കിട്ടും. അപ്പം അതിനു വേണ്ടി വസ്തു വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഇദ്ദേഹം ഒറ്റ സത്യാഗ്രഹം. പുള്ളിക്ക് ഈ ബസ് വാങ്ങിച്ചേ പറ്റൂ. ലിറ്ററലി സത്യാഗ്രഹമാണ്. ഭക്ഷണം കഴിക്കല, ഇത് കഴിക്കല. അപ്പം വെല്ലുമ്മയുണ്ട്. അപ്പം വെല്ലുപ്പൻ്റെ അടുത്ത് ഒരു വിധം പണിയൊന്നും ചിലവാകുകയല്ല. അപ്പോൾ വെല്ലുമ്മ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വെല്ലുമ്മയ്ക്ക് ഒരു മനപ്രയാസം. 2 ദിവസമായിട്ട് പുള്ളി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം പറഞ്ഞു വെല്ലുമ്മ കൊച്ചാപ്പ എന്നാണ് വിളിക്കുന്നത്. കൊച്ചാപ്പ എന്തെങ്കിലും ആട്ടെ, പൈസ പിന്നെയും വരും, ഇത് അവന് കൊടുത്തേരെ. അങ്ങനെ പുള്ളി ആ സത്യാഗ്രഹം കൊണ്ട് ഈ ചക്രം നേടി നേരെ പോയി ഫ്രാൻസിൽ നിന്നാണ് ആദ്യത്തെ ബസ് കൊണ്ടുവരുന്നത്. ത്രോണിക് ക്രാഫ്റ്റ് എന്ന് പറയും. ത്രോണിക് ക്രാഫ്റ്റ്. അത് മുകളിലൊരു വെറുതെ ഒരു പടുത, പിന്നെ ബാക്കി സൈഡെല്ലാം ഓപ്പൺ ഇരുമ്പ്. ഇതാണ് ടയറാണേലും ഈ തടിയോ ഇരുമ്പോ ഉള്ള യുദ്ധത്തിൽ റബ്ബർ പൊതിഞ്ഞിരിക്കും. എന്നിട്ട് അന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് സ്റ്റെയിൻസും പോട്ടെ മെഡ്രാസിലുള്ളൊരു മേജർ കമ്പനിയുണ്ട്. ഞാനത് പെട്ടെന്ന് പേര് പറഞ്ഞപ്പം വിട്ടുപോയി. സ്റ്റെയിൻസ് അല്ല, അവർ വഴിയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡ്രൈവറെ ട്രെയിൻ ചെയ്യുന്നതും അവരാണ് ചെയ്യുന്നത്. അപ്പം അന്ന് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജാക്കറ്റ്, സൂട്ട്, തൊപ്പി, പുള്ളി നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ മുതലാളിമാർ വരെ തൊഴും. ആ ടൈപ്പ് പൈലറ്റിന്റെ ഒരു ഗമയായിരുന്നു. പൈലറ്റിനേക്കാൾ ഗമയായിരുന്നു. കോട്ടയം വരെ എത്താൻ 2-2.5 മണിക്കൂർ എടുക്കും. അത് ഏത് വർഷമായിരുന്നു ഈ ആദ്യത്തെ? 1909 ബസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം 120 വർഷമായി. ഇപ്പം 2026 മൈനസ് ഇത്ര നോക്കി കഴിയുമ്പോൾ അതിൻ്റെ വർഷം കിട്ടും. അത് അങ്ങനെ ഒരു ബസ് വാങ്ങിച്ചു, സർവീസ് സ്റ്റാർട്ട് ചെയ്തു. പല സ്ഥലത്തുനിന്ന് കാഞ്ഞിരപ്പള്ളി, പിന്നെ രാമപ്രവത്താനം, രാമപുരം നടന്നേ വരത്തുള്ളൂ. തൊടുപുഴ, ചങ്ങനാശ്ശേരി ഇത് കാണാൻ വേണ്ടി ഒത്തിരി പേര് വന്ന് ഇതിങ്ങനെ തൊട്ടു നോക്കും. ഇതുവരെ കണ്ടിട്ടില്ല. ഇത് അന്ന് ഈ മൃഗങ്ങളും കാളവണ്ടിയൊക്കെ അല്ലേ. അപ്പം ഇതെന്നാണ് ഈ മൃഗം, ഇല്ലെങ്കിൽ ആ കാലഘട്ടം ക്യൂരിയോസിറ്റി ആയിരുന്നു. എക്സാക്ട്ലി. ജോസഫ് അഗസ്തിയാണ് ആദ്യത്തെ സൈക്കിള് പാലയെ കൊണ്ടുവരുന്നത്. അത് ശരി. ആദ്യത്തെ ജനറേറ്റർ, അന്ന് കറണ്ട് ഇല്ല,
ജനറേറ്റർ നമുക്കൊരു പവർ ഹൗസ് എന്ന ഈ ഗോഡൗണിൻ്റെ താഴെയുണ്ട്. അവിടെ ഈ ജനറേറ്റർ വെച്ചിട്ട് പവർ, അതൊക്കെ വലിയ അന്നത്തെ വലിയ സംഭവങ്ങൾ. ആ കാലഘട്ടത്തിൽ പുള്ളി ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഒരു ബസ്സും കൂടി നമ്മൾ വാങ്ങിച്ചു. സിംസൺ ആൻഡ് കമ്പനിയാണ്, സ്റ്റെയിൻസ് അല്ല, സിംസൺ ആൻഡ് കമ്പനി, ചെന്നൈ. ആ, അപ്പം അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽസ് ഇല്ല എൻ്റെ. അത് കൊല്ലം ട്രിവാൻഡ്രം റൂട്ടിലിട്ടു, ഇത് പാലാ കോട്ടയം. ഈ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണമല്ലോ, ഈ കമ്പനിയും കാര്യങ്ങളും, എന്നാലേ നമുക്ക് ഓരോന്ന് സർവീസ് തുടങ്ങാൻ പറ്റുള്ളൂ. തുടങ്ങാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിനും കമ്പനി പോലും തോട്ടം എടുക്കണേലും ഒന്ന് രജിസ്റ്റർ ചെയ്താലേ പറ്റും. അപ്പോൾ 1908 മീനച്ചിൽ മോട്ടോർ സർവീസ് എന്ന് പറഞ്ഞ് അന്നൊരു കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പം അത് കേരളത്തിലെ 3ാമത്തെ കമ്പനിയാണ് ഈ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ, സോറി, കേരളം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ 1909 ബസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ബാനർ. ഈ ബസ് എങ്ങനെയുണ്ടായിരുന്നു? കാഴ്ചയിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കാഴ്ചയിൽ വലിയ ലുക്കൊന്നും പറയാനില്ല. വെറും പലക ഫ്ലോറ്, പലക സീറ്റ്, പിന്നെ ഈ ഇരുമ്പ് ചക്രത്തിൽ റബ്ബർ പൊതിഞ്ഞത്, പിന്നെ ഈ സൈഡ് മുഴുവൻ ഈ കമ്പി പോലെ നിർത്തിയിട്ട് മുകളിലൊരു മഴയും വെയിലും കൊള്ളാതെ, പക്ഷേ പൊടിയും വടിയും എല്ലാ സൈഡിൽ നിന്ന് കയറും. എന്നാലും അതൊരു വലിയ സംഭവമാണ്. അന്നത്തെ വലിയ സംഭവമാണ്. ഇതിനൊന്നും വലിയ ലാഭവും ഇല്ല. ഈ അന്ന് ഈ ഓട്ടക്കാലമാണെന്ന് പറയും. ഈ തിരുവിതാംകൂർ, മലബാർ, കൊച്ചി 3 നാട്ടുരാജ്യങ്ങളാണ്. അപ്പം ഇത് കൂടുതലും കൗതുകം, പേര്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് 2015 ഈ വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായപ്പം ഇതിൻ്റെ ഒന്നും പാർട്സ് കിട്ടാൻ 1915 914 പയണിച്ചു. 3-4 വർഷം ഇത് ഓടി. അന്നേരം ഇതെന്നാ കൊടുത്തേക്കാം, പാർട്സ് കിട്ടിയില്ല. ഒരെണ്ണം കട്ടപ്പുറത്ത് ഏതാണ്ട് കയറ്റി വെച്ചു, മറ്റേത് TVS കൊടുത്തു. അപ്പം നമ്മൾ തുടങ്ങി ഒരു 6 മാസത്തിനകത്ത് മധുരയിൽ TVS സ്റ്റാർട്ട് ചെയ്തു. അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് കഴിഞ്ഞ് TVS ഇത് കൊടുത്തു. അപ്പോൾ ആ ബസ്സിൻ്റെ കംപ്ലീറ്റ് മാറി. വലിയ കഷ്ടപ്പാടാണ്. അപ്പം അതും ജോസഫ് അഗസ്റ്റിനാണ് അതിൻ്റെ മെൻറ്റർ. അത് പുറയിൽ പക്ഷെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ വലിപ്പം ആഗസ്ത്യമത്തായി പുള്ളിയാണ് അതിൻ്റെ അപ്രൂവ് ചെയ്തത്. അപ്പം സ്റ്റാർട്ടിങ് ടു പുള്ളി മരിക്കുന്ന നമ്പർ ഈ വാസ് ചെയർമാൻ, വെല്ലിപ്പനാണ് പുള്ളി മാനേജർ ഡയറക്ടർ. അപ്പോൾ അന്ന് ഈ ജോസഫ് അഗസ്റ്റിയുടെ അടുപ്പക്കാർ കുറേ ആ ലെവൽ, അവരൊക്കെ അന്ന് ഈ ജുബായും ഈ കവണിയും ഇട്ടാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ പുറത്തെ ജാക്കറ്റ് ഇടത്തുള്ളൂ വല്ല ആവശ്യം. പുള്ളി ഇങ്ങനെ അന്നത്തെ പ്രോമിനൻറ്റ് 3-4 ഫാമിലീസിൽ നിന്ന് 3-4 പേര്, എല്ലാം വലുതാണ്. വെള്ളക്കുന്നേൽ ഫാമിലി, തോട്ടങ്ക ഫാമിലി, അങ്ങനെ കുറേ പേര് ഇതിൻ്റെ അകത്ത് ഡയറക്ടർമാരായിട്ട് ബാങ്കിൽ കയറ്റി. 1931 ഡൽഹിയിൽ പാലാ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1931 അതൊരു വലിയ സംഗതിയാണ്. അന്ന് ടെക്നിക്കലി റിസർവ് ബാങ്ക് പോലും അന്ന് ഉണ്ട്, ആയി വരുന്നേ ഉള്ളൂ. ബാങ്കുകളുടെ മുകളിലുള്ള പിടിയും എല്ലാം ആയിട്ട് അത് 31 ഡൽഹി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ ഓൾ ഇന്ത്യ ബേസിൽ 35 ബ്രാഞ്ചസ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും മെയിൻ സെൻറ്റേഴ്സ് മദ്രാസ്, ബോംബെ, കൽക്കട്ട, പൂന എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി 60 ലിക്വിഡേറ്റ് ചെയ്തു പോയി. അല്ല, ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇതിനോടൊക്കെ താല്പര്യം, ഈ മെനക്കേടും ബുദ്ധിമുട്ടും, പിന്നെ കയറി വരുന്നൊരു ബാങ്കായില്ലേ, ബാങ്കായി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ പൊസിഷനും പവറും ഭയങ്കര വ്യത്യാസം. പിന്നെ ഈ ബസ് എന്നൊക്കെ പറയുന്നത് അത് കഴിയുമ്പോൾ പിന്നെ കാറുകളാണ്. അന്ന് നമുക്ക് തന്നെ ഒരു 7 സീറ്റർ കാഡിലാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്ലിമത്ത് ഇല്ലെങ്കിൽ പിന്നെ ഡോഡ്ജ് എന്നൊക്കെ പറഞ്ഞ് മുട്ടൻ 8 സിലിണ്ടർ 6 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ അത് അന്ന് എല്ലാവർക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഇതേ ഉള്ളൂ കിട്ടാൻ.
അതുപോലെ ഈ കുടുംബത്തിലെ ഒരാളാണെന്ന് തോന്നുന്നു പാലായിൽ ആദ്യം ടെമ്പോ ട്രാവലർ കൊണ്ടുവന്നത്. ഞാനാണ്. ആണ്. അതും ഞാനാണ്. അത് ഞാൻ 86-ല് 87-ലോ അന്ന് ഞാനന്ന് മദ്രാസിൽ ഗാർമെൻ്റ് എക്സ്പോർട്ട് ചെയ്യുക. അതായത് മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിത്തം കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ഞാൻ ഗാർമെൻ്റ് എക്സ്പോർട്ടിൽ ജോലിയായിട്ട് കയറി 1.5 വർഷം കഴിയുമ്പോൾ ഞാൻ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇത് 86-ല് ഞാൻ കോയമ്പത്തൂർ എനിക്ക് റിയൽ എസ്റ്റേറ്റ് വർക്കുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരു ബാലസുബ്രഹ്മണ്യം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ഞാൻ കോയമ്പത്തൂർ പോകുമ്പോൾ ഈ ലോങ് ട്രിപ്പ് അന്ന് ഈ അംബാസഡർ മാറ്റഡോർ എൻജിൻ, AC, ഒരു മിനി ഫ്രിഡ്ജ്, കാപ്പി തിളപ്പിക്കുന്ന ഫ്ലാസ്ക്, ബക്കറ്റ് ടൈപ്പ് സീറ്റ്, ഫ്ലോഷഡ് ഗിയർ, അന്നത്തെ ഏറ്റവും ടോപ്പ്. ഇന്ന് ഒരു ബെൻസ് കൊണ്ടു നടക്കുന്നതിലും ഗമയാണ്. ഈ ഒരു കാരവനല്ല, കാറ് മാക്സിമം ഫെസിലിറ്റി, പവർഫുൾ സീൽഡ് ബീം ഹെഡ്ലൈറ്റ്സ്, ഫ്രണ്ടിലും ബാക്കിലും ഓരോ ബാറ്ററി. ഒത്തിരി പറയാനാണെന്നൊന്നും ഇപ്പോഴത്തെ ആൾക്ക് പിടികിട്ടിയല്ല. എന്നിട്ട് ഈ അവിടെ കോയമ്പത്തൂർ വെച്ച് ഞാൻ പുള്ളിയായിട്ട് അദ്ദേഹമായിട്ട് എൻ മഹാലിംഗത്തി ഈ മാറ്റഡോർ എഞ്ചിൻ ട്യൂൺ ചെയ്യുന്നതൊക്കെയാണ്. അവിടെ ആക്സിഡൻ്റായിട്ട് ചെന്നപ്പോൾ 2 വണ്ടി കിടപ്പുണ്ട്, മഞ്ഞ കളറ്. അപ്പോൾ എനിക്കൊരു കിലോമീറ്റർ കളയുന്നൊരു കാരണം ഞാൻ വണ്ടി ശകലം വീക്ക്നെസ്സാണ്. അന്നേരം പിടിയിട്ട് ഞാൻ പറഞ്ഞാൽ ഈ മെർസഡീസ് ട്രാൻസ്പോർട്ടർ, അത് സാറേ ഇവരെ ഏജൻസി ഇപ്പം എൻ മഹാലിംഗം കമ്പനി. നമ്മൾ എന്നാൽ ഒരെണ്ണം എനിക്ക് തന്നേ പറ്റൂ. ഭാഗ്യത്തിന് ഒരെണ്ണം എൻ മഹാലിംഗൻ പുള്ളി മുതലാളിക്കും ഒരെണ്ണം എനിക്ക് കിട്ടും. അങ്ങനെയാണ് ടെമ്പോ ട്രാവലറുമായിട്ട് കേരളത്തിലെ ഫസ്റ്റ് വണ്ടി. അതിവിടെ വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാണ് ഈ സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ ഈ ആംബുലൻസും ഇല്ലേ അങ്ങനെ ഇത് വരും. അന്നത്തെ ക്വാളിറ്റി ഒന്നും അത് മുഴുവൻ ഇമ്പോർട്ടൻ്റാണ്. ടയർ മാത്രം MRFൻ്റെ, ഡിസ്ക്, ലൈറ്റ്സ്, ബാക്കി എല്ലാം ജർമ്മൻ ഇതാണ്. പിന്നെ എഞ്ചിനും ഗിയർ ബോക്സും എന്നാ ഓവറോൾ സിൻക്രോമഷൻ ഇത് ഭയങ്കര. ഇപ്പോൾ അതെല്ലാം എഞ്ചിനാക്കി. 1910-ൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബസ് സർവീസ്, അതിൻ്റെ ക്രെഡിറ്റ്, ആ ബസ് സർവീസ് തുടങ്ങിയതിൻ്റെ ക്രെഡിറ്റ് ഇന്നും അവകാശപ്പെട്ടിരിക്കുന്നത് കയ്യാലക്കകം ഫാമിലിക്കാണ്. ആ ബസ് സർവീസിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനൊക്കെ ക്ഷാമം വന്നപ്പോൾ അതിന് സ്വാഭാവികമായ ഒരു അന്ത്യം സംഭവിച്ചു. എന്നാലും കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബസ് സർവീസ് എന്ന ഖ്യാതി കയ്യാലക്കകം കുടുംബത്തിന്, ഈ അങ്കിളിൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൂടാതെ പാലാ സെൻട്രൽ ബാങ്ക്, അതിൻ്റെ കഥ പറഞ്ഞല്ലോ. പാലാ സെൻട്രൽ ബാങ്ക് 1931 ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി മാറുന്ന സമയത്ത് ഡൽഹിയിൽ ആദ്യം ആരംഭിച്ച ബ്രാഞ്ച്, ഒരു ബാങ്ക് ബ്രാഞ്ച് പാലാ സെൻട്രൽ ബാങ്കിൻ്റെ ബ്രാഞ്ചായിരുന്നു. 1924 പാലായിൽ സ്റ്റാർട്ട് ചെയ്തു. 1924 പാലായിൽ സ്റ്റാർട്ട് ചെയ്ത് 1931 ഡൽഹി ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനമായി മാറിയപ്പോൾ അവിടെ ആദ്യം ആരംഭിച്ച ബാങ്ക് ബ്രാഞ്ച് പാലാ സെൻട്രൽ ബാങ്കിൻ്റെ ബ്രാഞ്ചായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്തും കേരളത്തിൻ്റെ ബാങ്കിങ് രംഗത്തും എടുത്തു പറയത്തക്ക സംഭാവനകൾ നൽകിയ ഒരു കുടുംബമാണ് പാലായിലെ ഈ കയ്യാലക്കകം കുടുംബം. ആ കുടുംബത്തിലെ ജേക്കബ് സേവ്യർ കയ്യാലക്കകം, പാലാപ്പാപ്പെന്നും പാപ്പച്ചൻ കയ്യാലക്കകം എന്നും ഒക്കെ അറിയപ്പെടുന്ന ജേക്കബ് സേവ്യർ കയ്യാലക്കകമാണ് നമ്മളോട് ഇതുവരെ സംസാരിച്ചത്. എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.